തോമസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം അല്ലേ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ തീർന്നിട്ടുണ്ട്. നാളെ മുതൽ നിങ്ങൾ സ്കൂളിൽ പോകാൻ പോവാണ് അല്ലേ. അപ്പോൾ ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ള എക്സാം എന്ന് പറയുന്നത് ആനുവൽ എക്സാം ആണ്. ഇനി വരാൻ പോകുന്ന ഒരു ടെൻഡൻസിനെ കുറിച്ച് മിസ് പറയാവേ. ആനുവൽ എക്സാം ആണ്, പേപ്പർ ഒന്നും കിട്ടത്തില്ല, ഇനിയിപ്പോ ഞാൻ പഠിക്കുന്നത് എന്തിനാ, അങ്ങനെ ഒരു തോന്നല് പലർക്കും തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്റെ മക്കൾക്ക് അതൊന്നും തോന്നണ്ട, നമ്മൾ പഠിച്ചോളാം കേട്ടോ. കാരണം എന്താണ്, ബേസ് ആണ് നിങ്ങളിപ്പോ പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലേക്കുള്ള ബേസ് ഒക്കെ ഇവിടുന്ന് പഠിക്കുന്നുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പം നല്ല കറക്റ്റായി വൃത്തിക്ക് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവാ കേട്ടോ. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ മുന്നോട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്, അതൊക്കെ കാണാം കേട്ടോ. ഇനി ഹിന്ദിയിൽ ഇനി അടുത്തത് എന്താണ്, ഈ ക്രിസ്മസ് എക്സാം വരെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ ആനുവൽ എക്സാമിലേക്ക് നിങ്ങൾക്ക് പഠിക്കണം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹിന്ദിയിൽ ഇനി എന്താണ് ആ ഡൗട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. നമ്മൾ പറയാണ് ഇനി ആകെ നമുക്ക് 2 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ ആനുവൽ എക്സാമിലേക്ക് എന്ന് പറഞ്ഞിട്ട്. ആകെ 2 ചാപ്റ്റർ, അതായത് 5ാമത്തെ യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ നോക്കിയേ, നമ്മുടെ 5ാമത്തെ യൂണിറ്റ് എന്താണ്, നസാരെ, കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി എന്താണ് ആ ഒരു യൂണിറ്റ് ആണ് കേട്ടോ. എന്താണ്, നമ്മൾ ആൾക്കാരെ, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റി എന്താണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് അല്ലെ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലെ. അതിനൊക്കെ കുറിച്ച് പറയുന്ന ഒരു അടിപൊളി യൂണിറ്റ് ആണ് എന്ത്, നസാരെ, കാഴ്ചകൾ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്താണെന്നറിയോ, പ്രേം കി സിവ ഓർ കുച്ച് നഹി, സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അടിപൊളി എന്താണ്, ഡയറി ആണ്. ഡയറി മക്കൾ പഠിച്ചിട്ടുള്ളതാണ്, ഡയറി എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ. അതേപോലെ ഒരു ഡയറിയാണ് എന്ത്, ജസിന്ത കിർക്കെട്ട എന്ന് പറയുന്നത്, നല്ല പേരാണ്, ജസിന്ത കിർക്കെട്ട എഴുതിയിട്ടുള്ള ഒരു ഡയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും ആനേനെ വളരെ ഇഷ്ടമായിരിക്കും അല്ലെ. ആനേനെയൊക്കെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ നാട്ടിലുള്ള ആനയാണോ, അല്ല, അങ്ങ് കാട്ടിലുള്ള ആനകളെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് കേട്ടോ. നോക്കി, എന്താണ്, ഹാത്തിയോം കി റഹ് ഗുസർ, എന്താണ്, ആനകൾ ആയിട്ടുള്ള സഞ്ചാരികളെ കുറിച്ച് പറയുന്ന ഒരു എന്താണ്, ഒരു ഘടനാവർണ്ണൻ, ഒരു ഘടന കണ്ടിട്ട് അതിന് നന്നായിട്ട് വർണ്ണിക്കില്ലേ, അതാണ് നമുക്ക് പഠിക്കാനുള്ള 2nd ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആനുവൽ എക്സാമിലേക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഇത് മാത്രം പഠിച്ചാൽ മതിയോ, നിങ്ങൾ വിചാരിക്കും എന്താണ്, 2 ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ എന്ന് വിചാരിക്കും. പക്ഷെ ആനുവൽ എക്സാം ആണ്, ആനുവൽ എക്സാമിന് ഈ 2 ചാപ്റ്റർ ആണോ ചോദിക്കാൻ പോകുന്നത്, അല്ല. ആദ്യം മുതലുള്ള എല്ലാ ചാപ്റ്റേഴ്സും മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹിന്ദിയിൽ എന്ത് ചെയ്യാനുണ്ട്, ഇനി ചെയ്യാനുണ്ട്. ഒന്നും പേടിക്കേണ്ട, നമ്മൾ അടിപൊളിയായിട്ട് ഇതൊക്കെ പഠിക്കുന്നതായിരിക്കും. മാത്രമല്ല എന്താണ്, നമുക്ക് എൻ ഗെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ബാച്ചിൽ ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആ ബാച്ചിൽ വരാം കേട്ടോ. കാരണം എന്താണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൽ പഠിപ്പിക്കുന്നത്, ഈ 2 യൂണിറ്റുകളും ഈ ഒരു 2 ചാപ്റ്ററുകളും പഠിപ്പിക്കും. മാത്രമല്ല റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടാവും. ആദ്യം തൊട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും ആപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ ഹിന്ദി നമുക്ക് സെറ്റ് ആക്കാവുന്നതാണ് കേട്ടോ. ബൈ ബൈ.